ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏട്ടൻസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വൈശാഖ് പുന്നശ്ശേരി. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കൊച്ചി കലൂരിൽ വെച്ച് ആംബുലൻസിന് മുന്നിൽ വട്ടം വെച്ചുകൊണ്ട് ഒരു യുവതി വണ്ടി ഓടിച്ചു പോയ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ ഒരുപാട് വരുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പോലീസ് കേസാവും, അതിനുശേഷം ആ ഒരു യുവതിയുടെ ലൈസൻസ് റദ്ദാക്കുകയോ അങ്ങനെ എന്തെങ്കിലും നടപടി പോകും എന്നുള്ളതായിരുന്നു. അപ്പോഴാണ് അതിന് തൊട്ടു പിന്നാലെ അടുത്തൊരു വാർത്ത വരുന്നു. എന്തായാലും അത് മുഴുവനായിട്ടൊന്ന് കണ്ടിട്ട് സംസാരിക്കാം. കൊച്ചി കലൂരിൽ രോഗിയുമായി പോയ ആംബുലൻസിന് മുന്നിൽ യുവതി തടസ്സം സൃഷ്ടിച്ച സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ആംബുലൻസ് ഡ്രൈവർ ജിനീഷ് പോലീസിൽ പരാതി നൽകി. ആംബുലൻസിന് മുന്നിൽ തടസ്സം സൃഷ്ടിച്ച യുവതിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ദൃശ്യങ്ങൾ അനുവാദമില്ലാതെ പകർത്തിയതിനും പ്രചരിപ്പിച്ചതിനും പരാതി നൽകുമെന്ന് യുവതി അറിയിച്ചതായി ജിനീഷ് പറയുന്നു. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്, മനസ്സിലായില്ലേ? യുവതിയുടെ ദൃശ്യം പകർത്തി നൽകിയതിന്, അതായത് പകർത്തി പ്രചരിപ്പിച്ചതിന് ആംബുലൻസ് ഡ്രൈവർക്കെതിരെ യുവതി പരാതി കൊടുക്കുമെന്ന്. യുവതിയുടെ ദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവതിയുടെ വിശാലമായ പുറംഭാഗം അതുമാത്രമേ കിട്ടിയിട്ടുള്ളൂ, അല്ലാതെ മുഖമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ വണ്ടി നമ്പർ വളരെ വ്യക്തമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നാണ് നമ്മുടെ യുവതിയുടെ ഒരു ഡയലോഗ് വന്നിട്ടുള്ളത്. എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമത് ആ ആംബുലൻസിന് സ്ഥലം കൊടുത്തില്ല എന്നുള്ളത് ഒന്നാമത്തത്. സാധാരണ ഇത് അറിഞ്ഞില്ല എങ്കിൽ പോലും ചിലപ്പോൾ ഇത് എന്തെങ്കിലും വല്ല കഞ്ചാവ് അടിച്ച് ബോധമില്ലാതെ പോയിരുന്നാൽ പോലും പിന്നീട് ബോധം വരുമ്പോഴെങ്കിലും അയ്യോ ഞാൻ ചെയ്തത് തെറ്റാണ് എന്നൊരു ഉൾവിളി ഉണ്ടാവേണ്ടതാണ്. ഇതൊന്നുമില്ല. എൻ്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചതിന് ഞാൻ കേസ് കൊടുക്കും എന്നാണ് ചിന്ത, അല്ലാതെ ചെയ്തത് തെറ്റാണെന്നുള്ളതിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളത്. എന്തായാലും നമുക്ക് ബാക്കിയുള്ളൊന്ന് കാണാം. കഴിഞ്ഞ ദിവസമാണ് ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി പോയ ആംബുലൻസിന് മുന്നിൽ സ്കൂട്ടർ യാത്രക്കാരി വഴി തടസ്സമുണ്ടാക്കിയത്. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ആംബുലൻസ് ഡ്രൈവറായ ജിനേഷ് ടൈലൊന്നും കണ്ടില്ല, അങ്ങനെയൊക്കെ വളച്ചെടുത്തും കൊണ്ടാ ബ്ലോക്കിലൂടെ പോകുന്നത്. നമുക്കൊപ്പമുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ആലുവയില് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഗുരുതരാവസ്ഥയിൽ കയ്യിന്റെ 2 പീസായി പോയി മിഷീന്റെ ഇടയ്ക്ക് വിട്ടിട്ട് ഒരു പയ്യന്റെ. അത് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് പോകണമായിരുന്നു. അപ്പോൾ ഈ മെട്രോ സ്റ്റേഷൻ കഴിയുമ്പോൾ മുതൽ ഒരു ലേഡി ബൈക്കായിട്ട് ആംബുലൻസിന്റെ മുന്നിൽ വഴി തരാതെ പോകുന്നുണ്ടായിരുന്നു. ഞാൻ കുറേ സൈറനും ഹോണൊക്കെ അടിച്ചിട്ട് മാറുന്നുണ്ടായിരുന്നില്ല. അത് ഒരുമാതിരി മെട്രോ സ്റ്റേഷൻ മുതൽ അങ്ങ് കലൂർ സിഗ്നൽ വരെ ഈ തടസ്സമായിട്ട് പോകണം. കൈ 2 മുറിഞ്ഞ് പോയിട്ടുള്ള ഒരു ഗുരുതരമായ ഒരു രോഗിയുമായിട്ടാണ്, അതായത് സർജറി വളരെ അത്യാവശ്യമായി വളരെ പെട്ടെന്ന് തന്നെ വേണ്ട ഒരു രോഗിയുമായിട്ട് പോകുന്ന ആംബുലൻസ് മുന്നിലാണ് ഈ ഒരു അഭ്യാസം നടന്നിട്ടുള്ളത്. അതിപ്പോൾ ആംബുലൻസ് സൈറൻ മുഴക്കി വരുന്ന ആംബുലൻസ് എന്ന് പറയുന്നത് അതെല്ലാം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, വളരെ അത്യാഹിതം സംഭവിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പേ കിടന്ന് ഡാൻസ് കളിക്കാൻ നിൽക്കേണ്ട എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമുക്ക് പെട്ടെന്ന് സഡനായിട്ട് ഒതുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ, 10 സെക്കൻഡ് പോലും എടുക്കാൻ പാടില്ല, അതിനുള്ള മുന്നിൽ തന്നെ നമ്മൾ ഒതുക്കി കൊടുത്തിരിക്കണം. അതാണ് അതിൻ്റെ മാന്യത. ഒരു ജീവനോട് കാണിക്കേണ്ട വിലയാണത്. മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മളുടെ ഒരു ക്വാളിറ്റി കൂടിയാണ് ആ കാണിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മിടുക്കന്മാരാവാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് ആംബുലൻസിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് പിന്നെ കയറി പോകണമെങ്കിൽ ആംബുലൻസിൻ്റെ പുറകെ പൊയ്ക്കോ. വല്ലവനും വന്ന് ഇടയ്ക്ക് കയറണമെങ്കിൽ വന്ന് ഇടിച്ച് ചത്താലും കുഴപ്പമൊന്നുമില്ല, അത് നിങ്ങളെ കാര്യം പിന്നീടുള്ളത്. പക്ഷേ ഫ്രണ്ടിൽ കിടന്ന് അഭ്യാസം കാണിക്കുന്നത് വളരെ മോശമാണ്, വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ആരെങ്കിലും, നിങ്ങളുടെ ബന്ധുവോ അച്ഛനോ അമ്മയോ സുഹൃത്തുക്കളോ ആണ് അങ്ങനെ വരുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? അപ്പോൾ അത് തികച്ചും വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് ആണായാലും പെണ്ണായാലും. സാധാരണഗതികൾ ആണുങ്ങളാണ് ഇത്തരം പരിപാടികൾ കാണിക്കുന്നത്. ഇപ്പോൾ അതാ ഒരു പെണ്ണ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ ഇരിപ്പൊക്കെ ഒന്ന് കാണണം, എന്താ ഒരു സ്റ്റൈല്. ബാക്കിയുടെ കാണാം. ഇതൊരു മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള വണ്ടി ആണെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ പോലീസുകാരെ ഈ യുവതിയെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? കിട്ടിയത് ഇവിടുന്ന് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ച 11 മണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത്. ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ താമസിക്കുന്നതെന്ന് പറഞ്ഞ് കലൂർ അവിടെ താമസിക്കുന്നത്. മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടിയാണ്. പക്ഷെ ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫോൺ നമ്പർ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ യുവതി ദൃശ്യങ്ങൾ അനുവാദമില്ലാതെ പകർത്തി എന്നുള്ളൊരു കാരണം കൂടെ പോലീസിനോട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർ പരാതി നൽകാനുള്ള സാധ്യതയുണ്ട്. കാരണം ദൃശ്യങ്ങളിൽ അവരുടെ മുഖമൊന്നും കാണിക്കുന്നില്ല. വണ്ടി നമ്പറും വണ്ടിയുടെ പുറകിലാണ് കാണിക്കുന്നത്. അവരുടെ ഫേസ് ഒന്നും കാണിക്കും. പിന്നെ ഈ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാളെ ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. ആംബുലൻസിൽ ഇപ്പോൾ ഒരു മേജർ എമർജൻസി കേസ് ആയിട്ട് ഒരു തടസ്സം നിന്ന് ഒരു പേഷ്യന്റ് മരിച്ചു പോയി കഴിഞ്ഞാൽ അവർ ആര് സമാധാനം പറയും? അത്രയേ ഉള്ളൂ. അതാണ് അതിനുള്ള മറുപടി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു പെൺകുട്ടി പരാതി കൊടുക്കണം. പരാതി കൊടുത്ത് ഇതൊരു വലിയ വാർത്തയാവണം, അവളുടെ മുഖം ഈ നാട്ടുകാർ മുഴുവൻ കാണണം എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നു, ആദ്യം ഒരു തെറ്റ് ചെയ്യുക,
അത് അംഗീകരിക്കാതിരിക്കുക. അപ്പോൾ ആ തെറ്റ് പുറത്ത് കൊണ്ടുവന്നവനെതിരെ പരാതി കൊടുക്കുക. വളരെ നല്ലൊരു നടപടിയാണ്. ആ ഒരു നടപടിയിൽ 100% ജനങ്ങളെല്ലാം നിൻ്റെ കൂടെ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നല്ലൊരു പ്രവൃത്തിയാണ്. ഇനിയും ഇതുപോലുള്ള ആംബുലൻസുകൾക്ക് മുന്നിൽ കിടന്ന് ഡാൻസ് കളിക്കണം. പറ്റുമെങ്കിൽ ഒന്ന് ബ്രേക്ക് പിടിച്ച് അതിൻ്റെ അടയും വെച്ച് നോക്കുക എന്തൊക്കെയാണല്ലേ. അപ്പോൾ പരാതി കൊടുക്കണം, പരാതി ഉറപ്പായിട്ടും കൊടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വിഷയമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.